2025 ഒക്ടോബർ ബാച്ചിലെ NIOS സ്റ്റുഡൻസ് എക്സാം ഇങ്ങനെയല്ല എഴുതിയതെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യില്ല. യെസ്, നമ്മുടെ എക്സാം എഴുതുന്നതിനൊരു പാറ്റേൺ ഉണ്ടല്ലേ. ആ പാറ്റേൺ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും. വാല്യുവേഷൻ്റെ കാര്യത്തിലാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേ സംശയം ഉണ്ടാവാറുള്ളത്. വാല്യുവേഷൻ ഭയങ്കര റഫായിരിക്കുമെന്ന്. പക്ഷെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. എപ്പോഴും NIOSൻ്റെ വാല്യുവേഷൻ കുറച്ച് ലിബറൽ ആയിരിക്കും. പക്ഷേ വാല്യുവേഷന് പുറമെ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചില കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഓൾറെഡി ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന റിവിഷൻ ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഫോളോ ചെയ്ത് പോയ ആളുകളാണെങ്കിൽ നമുക്ക് പാസ്സാവുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ അതിന് പുറമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതി കഴിഞ്ഞു അല്ലേ? എക്സാം എഴുതി കഴിഞ്ഞവർക്ക് റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പം ഞാൻ ഒരുക്കി തരുന്നത്. നമ്മൾ എപ്പോഴും എക്സാം എഴുതുമ്പം അതിനൊരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ഫോളോ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുന്നു, സെക്കൻഡ് തേർഡ് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നു, നാലാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നു. പിന്നെ നിങ്ങൾ 15ാമത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പം വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ വാല്യുവേഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. രണ്ടാമത്തത്, ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാർക്കിനെ ബാധിക്കും. കാരണം നിങ്ങൾക്ക് ഇനി അറിയുന്നതാണോ അറിയാത്തതാണോ ഒന്നും നോക്കണ്ട. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. സോ ആദ്യം പറഞ്ഞു ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ. രണ്ടാമത് മിസ് പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതിന് പുറമെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇനി അടുത്ത കാര്യം, നമ്മൾ പണ്ട് മുതലേ പറയാറുണ്ട് എക്സാമിന് ചുമ്മാ കത്തി അടിച്ച് വെക്കരുത് അല്ലേ? കത്തി അടിച്ച് വെക്കരുത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആൻസേഴ്സിൽ ഒന്നും ഉണ്ടായിരിക്കില്ല, വെറും പൊള്ളയായിട്ടുള്ള ആൻസർ ആയിരിക്കും. കാരണം ചുമ്മാ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണ്ടേ എന്ന് കരുതിയിട്ട് എഴുതി വെക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞത് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും പോയിന്റ്സ് അറിയാൻ മതിയാകും. അപ്പോൾ ആ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തി വയ്ക്കുക. ഓക്കെ, അപ്പോൾ കോണ്ടന്റ് റിച്ച് ആവണം. നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരേണ്ട റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. പ്ലസ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ലൈവ് സെഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ എക്സാമിന് പാസ്സാവും. ഇത്തരത്തിൽ NIOS റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമാണ്, ടിപ്സ് ആവശ്യമാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.